Hi friends, welcome to Diya's World. ഓറഞ്ച് കളർ സാറ്റിൻ റിബൺ വെച്ച് ചെയ്തൊരു ഹെയർ ബാൻഡാണിത്. ഇതിൻ്റെ ഓരോ ഫ്ലവേഴ്സും 2 ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് സാറ്റിൻ റിബണിൻ്റെ 2 പീസാണ് വേണ്ടത്. ആദ്യത്തെ പീസ് 6 ഇഞ്ച് നീളത്തിലാണ് എടുത്തേക്കുന്നത്. രണ്ടാമത്തെ പീസ് 10 ഇഞ്ച് നീളത്തിലാണ് എടുക്കേണ്ടത്. 2 പീസും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കട്ട് ചെയ്ത ഭാഗം വിട്ടു വരാതിരിക്കാൻ ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് കൊടുക്കണം. 2 പീസിൻ്റെയും കട്ട് ചെയ്ത ഭാഗം ബേൺ ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ 2 ലെയറായിട്ടാണ് ഓരോ ഫ്ലവേഴ്സും ഉണ്ടാക്കുന്നത്. ആദ്യത്തെ ലെയർ ഉണ്ടാക്കാനായിട്ട് ആ ചെറിയ പീസ് 6 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത പീസ് എടുക്കുക. അതിൻ്റെ ഒരറ്റം ചെറുതായി മടക്കി ഇതുപോലെ മറ്റേ അറ്റത്തിൻ്റെ മുകളിലായിട്ട് വെക്കണം. അപ്പോൾ ഒരു റൗണ്ട് ഷേപ്പായി കിട്ടും. ഇനി നമുക്കിത് ഒരു ഫ്ലവർ ആക്കി എടുക്കണം. അതിന് വീഡിയോയിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. റിബണിൻ്റെ നല്ല വശം മുകളിലേക്ക് വരത്തക്ക രീതിയിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. നൂലിൻ്റെ കെട്ടിട്ട ഭാഗം റിബണിൻ്റെ ചീത്ത വശത്ത് വരുന്ന രീതിയിൽ താഴെ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കണം. ആ റൗണ്ട് ഷേപ്പ് ഫുള്ളായിട്ട് ചെറിയ ചെറിയ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഭാഗം വരെ സ്റ്റിച്ചസ് ഇട്ടതിന് ശേഷം ഇതിനെ ഫ്ലവർ ഷേപ്പ് ആക്കുന്നതിനായിട്ട് ആ നൂല് പിടിച്ച് ചെറുതായിട്ടൊന്ന് വലിക്കുക. നല്ലപോലെ വലിച്ച് ടൈറ്റ് ചെയ്ത് റിബണിനെ ഒരു ഫ്ലവർ ഷേപ്പിലാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് സൂചി പുറകിലേക്ക് കുത്തിയെടുത്തിട്ട് അവിടെ നമുക്ക് 1-2 കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ ആദ്യത്തെ ലെയർ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കണം. അതിനായിട്ട് 3 ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. 3 ചെറിയ വൈറ്റ് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം 2 ബീഡ്സ് എടുക്കുക. അതിൻ്റെ നടുക്കായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് 3ാമത്തെ ബീഡും കൂടെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരും. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവർ എടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ട്രയാങ്കിൾ ഷേപ്പിൽ ഒട്ടിച്ചെടുത്ത ആ ബീഡ്സ് ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തെ ലെയർ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ 10 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാറ്റിൻ റിബണിൻ്റെ പീസ് എടുക്കുക. അതിൽ ഇതുപോലെ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സാറ്റിൻ റിബൺ വെച്ചും ബീഡ്സ് വെച്ചും ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഇതിന് മുന്നേ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. സാറ്റിൻ റിബൺ ഫുള്ളായിട്ട് സ്റ്റിച്ചസ് ഇട്ടതിന് ശേഷം വീഡിയോ കാണുന്ന പോലെ ചുരുക്കുകൾ ഇട്ട് കൊടുക്കുക. നല്ല പോലെ ചുരുക്കിയെടുക്കുക. ചുരുക്കുകൾ ഇടുമ്പോൾ നൂല് പൊട്ടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സാറ്റിൻ റിബൺ ഫുള്ളായിട്ട് ചുരുക്കുകൾ ഇട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിൽ പിടിച്ചു നോക്കണം. റൗണ്ട് ഷേപ്പിൽ പിടിക്കുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു വിരലിൻ്റെ ഗ്യാപ്പെങ്കിലും ഉണ്ടായിരിക്കണം. തുന്നി നിർത്തിയ അറ്റത്തായിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് റൗണ്ട് ഷേപ്പിൽ പിടിച്ചിട്ട് 2 അറ്റവും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്ത് കൊടുത്ത് സൂചി പുറകിലേക്ക് തുന്നിയെടുക്കണം. എന്നിട്ട് പുറകു വശത്ത് 1-2 കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ലെയർ ഫ്ലവർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു. സ്റ്റിഫ് ക്ലോത്തിൽ നിന്നും റൗണ്ട് ഷേപ്പിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അതിൽ റൗണ്ട് ഷേപ്പിൽ നല്ലപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതിന് മുകളിലായിട്ട് രണ്ടാമത്തെ ലെയർ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. കറക്റ്റ് സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് നല്ലപോലെ അമർത്തി ഒട്ടിച്ചു കൊടുക്കുക. ഇതിന് മുകളിലേക്ക് നമുക്ക് ആദ്യത്തെ ലെയർ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് നടുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിന് മുകളിലായിട്ട് ആദ്യത്തെ ലെയർ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കുക. നല്ലപോലെ അമർത്തി ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. 8 ഫ്ലവറാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് ആദ്യം ഹെയർ ബാൻഡിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടുപിടിക്കണം. 7.5 മിഡിൽ പോയിൻ്റ് കണ്ടുപിടിച്ചു.
അവിടെ നിന്ന് ഒരു സൈഡിലേക്ക് 4 മറ്റേ സൈഡിലേക്ക് 4 ഫ്ലവർ വീതം ഒട്ടിച്ചു കൊടുക്കുക. അധികം ഗ്യാപ്പ് ഇല്ലാതെ അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഉണ്ടാക്കുന്ന ഹെയർ ആക്സസറീസിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ഇടാനും മറക്കരുത്. എട്ട് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.